ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനകമാണ്. നമ്മൾ കഴിഞ്ഞ മകരവിളക്കിനാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുക കേട്ടോ. അതെന്താ സംഭവം പോലും എനിക്കറിയില്ല. വീട്ടിൽ വന്ന് ഏട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പാനകമാണെന്ന്. അപ്പം നമ്മൾ മോനെ ഒത്തിരി ഇഷ്ടമായി. അവൻ പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ അതിൻ്റെ ആക്ഷൻ കാണിക്കാൻ തുടങ്ങും. അത് കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന അവൻ്റെ ആക്ഷൻ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിച്ചു മോന് കുറച്ച് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ശർക്കര ഇല്ലേ, ശർക്കര പൊടി വെള്ളത്തിൽ 1-2 ഗ്ലാസ് വെള്ളത്തിൽ അലിയിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് ഏലക്കായ, ഞാൻ 3 ഏലക്കായ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്രാമ്പു, പിന്നെ അതുപോലെ കുരുമുളക് ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ചുക്കുപൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് കുറച്ച് കുറുന്നനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടോ ഞങ്ങൾ. പിന്നെ അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നാരങ്ങയുടെ നീരൊഴിക്കണം. ഒരു 1/2 ലെമണൊക്കെ ഒഴിച്ചാൽ മതി, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് പച്ചക്കർപ്പൂരം ഇടാം. നമ്മുടെ അടുത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുത്തുള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്ത്. എന്തായാലും അടിപൊളിയാണ് കഴിക്കാനായി. നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. നല്ല നമുക്ക് ദഹനത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റാ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനകമാണ്. നമ്മൾ കഴിഞ്ഞ മകരവിളക്കിനാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുക കേട്ടോ. അതെന്താ സംഭവം പോലും എനിക്കറിയില്ല. വീട്ടിൽ വന്ന് ഏട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പാനകമാണെന്ന്. അപ്പം നമ്മൾ മോനെ ഒത്തിരി ഇഷ്ടമായി. അവൻ പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ അതിൻ്റെ ആക്ഷൻ കാണിക്കാൻ തുടങ്ങും. അത് കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന അവൻ്റെ ആക്ഷൻ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിച്ചു മോന് കുറച്ച് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ശർക്കര ഇല്ലേ, ശർക്കര പൊടി വെള്ളത്തിൽ 1-2 ഗ്ലാസ് വെള്ളത്തിൽ അലിയിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് ഏലക്കായ, ഞാൻ 3 ഏലക്കായ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്രാമ്പു, പിന്നെ അതുപോലെ കുരുമുളക് ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ചുക്കുപൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് കുറച്ച് കുറുന്നനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടോ ഞങ്ങൾ. പിന്നെ അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നാരങ്ങയുടെ നീരൊഴിക്കണം. ഒരു 1/2 ലെമണൊക്കെ ഒഴിച്ചാൽ മതി, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് പച്ചക്കർപ്പൂരം ഇടാം. നമ്മുടെ അടുത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുത്തുള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്ത്. എന്തായാലും അടിപൊളിയാണ് കഴിക്കാനായി. നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. നല്ല നമുക്ക് ദഹനത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റാ.